ഇവിടുന്ന് ഇപ്പോൾ നല്ല വ്യൂവിൽ കാണാം. നമ്മളിപ്പം വളരെ ദുർഘടമായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഭാഗത്ത് വിമാനാപകടം, ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം, ഒരു ഭാഗത്ത് ഉരുൾപൊട്ടൽ, മൊത്തം സീനാണ്. അപ്പോൾ എൻ്റെ നാട് ഇപ്പോൾ ചാലിയാറിൻ്റെ തീരത്താണ്. അതായത് കടലുണ്ടി പഞ്ചായത്തിൽ വടക്കുംപാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ കുറച്ച് കാര്യങ്ങളും, അതായത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെള്ളം പൊന്തുന്നുണ്ട്. ചാലിയാറിന് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. എൻ്റെ വീട് ചാലിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട്. നല്ല വെള്ളം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എൻ്റെ അരയോളം വെള്ളം പൊന്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഡേറ്റിൽ 8-ാം തീയതി ആഗസ്റ്റ് 8-നാണ് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെ ഈ പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഓവർ ഇങ്ങോട്ട് അതായിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഇവിടുന്നൊക്കെ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കുക്കിങ്ങൊക്കെ എഗ്ഗ് മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് വെള്ളമായി. അതുപോലെ തന്നെ ഈ ഏരിയ മൊത്തം ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഏരിയമ്പാടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് ആ സ്ഥലങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് പോയി നോക്കാം. ഇതൊക്കെ ചാലിയാറിൻ്റെതാണ്. മഴ ഇവിടെ നിൽക്കുന്നില്ല, ഭയങ്കര മഴയാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മഴ പെയ്യുകയാണെങ്കിൽ സീനാവും. കാരണം നല്ല മഴയാണ് ഇവിടെ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം 11 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. 4 മണി വരെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹൗസിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് സീനാവും. ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നല്ല വെള്ളം കയറിയിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല ഏകദേശം എൻ്റെ ഊരക്ക് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പ് വരെ 2 സ്റ്റെപ്പോളം കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കയറി തുടങ്ങുകയാണ് ഇപ്പോൾ. ഇപ്പോൾ കുറച്ചും പാടെ കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ഏകദേശം ഇവിടേക്ക് വെള്ളം എത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറച്ചും പാടെ കഴിഞ്ഞാൽ കൂടുമോ അതോ വെള്ളക്കത്തിന് ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട്, ചിലപ്പോൾ കൂടുകയും ചെയ്യും. ചിലപ്പോൾ മഴ ഇങ്ങനെ കണ്ടിന്യൂസ് പെയ്യുകയാണെങ്കിൽ കൂടാനാണ് സാധ്യത. എന്താണെന്നറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും അവിടെ ഒരു വീടിൻ്റെ പക്കത്തൊക്കെ എത്തിയെന്ന് വെള്ളം. നമുക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയേക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചാലിയാറിൻ്റെ അതിരുമലാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ചാലിയാർ പുഴ. ഈ കാണുന്നത് ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴയിൽ നിന്ന് കയറിയ വെള്ളമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കെട്ടായിട്ട് ഉയർന്നു നിൽക്കുന്നൊരു പ്രദേശം. അവിടെ വരെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. കുറച്ച് ഹൈറ്റിലേക്കാണ്. ഇപ്പോൾ കാണിച്ചതാണ് ആ വീടൊക്കെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റിലേക്കാണ്. അവിടേക്ക് എത്തിയിട്ടില്ല. എന്നാലും ഇവിടെ ഇതൊക്കെ കുറച്ച് താഴ്ന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നല്ല നമ്മളെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ഇപ്പോൾ കയറിയതാണ്. ഇത് പണ്ട് നമ്മളോടൊക്കെ പാണ്ഡ്യാല എന്നൊക്കെയാണ് പറയാം. പണ്ട് എടുത്തൊരു വീടാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ വെള്ളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ ബ്രിഡ്ജാണ് കാണുന്നത്. ഇവിടെയൊക്കെ ഇപ്പം വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളമായിട്ട് കഴിഞ്ഞ തവണ തോണിയിലായിരുന്നു എല്ലാവരും ഇവാക്യുവേഷൻ ചെയ്തിരുന്നത്. തോണി വന്ന് വീടുകളിൽ നിന്നും ആളുകളെ ഇറക്കിയിട്ട് കൊണ്ടുപോയിക്കായിരുന്നു. ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റ് 8-ന് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 8-നാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓഗസ്റ്റ് 8-നായിരുന്നു മൊത്തം വെള്ളം കയറി ആകെ അലമ്പായിരുന്നത്.
ഇവിടൊക്കെ ഇപ്പോൾ വെള്ളം കയറി ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്, ഇറങ്ങുകയാണ്. 12 മണി ടൈമിലാണ് വെള്ളം കയറുക. ഇപ്പോൾ 4 മണി ടൈമാണ്, ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടെയൊക്കെ ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നല്ല വ്യൂവിൽ കാണാം. ഇതാ ആ കാണുന്ന പാണ്ഡ്യലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ഓക്കെ, അതിൻ്റെ ആ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ ഏകദേശം ആ ഒരു ഫസ്റ്റ് വിൻഡോ വരെ വെള്ളം പൊന്തിയിരുന്നു. വിൻഡോൻ്റെ അടിയിലായിട്ട് വരെ കേട്ടോ, മുകളിൽ വരെ അല്ല, അടിയിൽ വരെ വെള്ളം പൊന്തിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം അതിനെ സംബന്ധിച്ച് അത്ര വെള്ളം കയറിയിട്ടില്ല. പക്ഷേ കയറുമെന്ന് ഇനിയും പറയാനായിട്ടില്ല കേട്ടോ. ഓരോരോ സ്ഥലത്ത് സീൻ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഒക്കെ ചാലിയാറിലേക്കാണ് വരുന്നതെന്നാണ് പറയുന്നത്. തെക്കുംപാട്ടേക്ക് വരാൻ 2 വഴികളാണ് ഉള്ളത്. ഒന്ന് ഫറോക്കിൽ നിന്ന് വരുന്ന വഴിയാണ്, അതുപോലെ തന്നെ ഒന്ന് ചാലത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫറോക്കിൽ നിന്ന് വരുന്ന വഴിയാണ്. അതേമാതിരി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽമേലാണ്. ഇതാ ഇതിൻ്റെ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് ഇത് ഈ വഴി കാണുന്നത് ചാലത്ത് നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ ചാലത്ത് നിന്ന് ഏറ്റവും സിമ്പിളായിട്ട് മണ്ണൂർ വളവ് ഫറോക്കിക്കൊക്കെ പോകാൻ പറ്റിയൊരു വഴിയാണ് ഇത്. നമ്മൾ ഈ അണ്ടർപാസ് വരികയാണെങ്കിൽ, നമ്മൾ ഈ അണ്ടർപാസ് വർക്കിംഗ് ആണ് മഴ ഇല്ലാത്ത ടൈമിൽ കേട്ടോ. മഴ ഇതൊക്കെയാണെങ്കിൽ ഇവിടെ നല്ല വെള്ളമാണ്, ഏകദേശം ഇന്നെ മുങ്ങുന്ന വെള്ളം ഈ അണ്ടർപാസിലുണ്ട്. അതന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം മഴ ചെയ്തപ്പോൾ 2 പാതകളും ബ്ലോക്ക് ചെയ്യുന്നു, 2 വഴിയും ബ്ലോക്ക് ആയിരുന്നു. ഇതിപ്പോൾ അണ്ടർപാസിൽ ഇപ്പോൾ വെള്ളം മഴ ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര ഇതാണ്. അതായത് ചാലിയ ഏരിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കും, അതായത് റെയിലിൻ്റെ അപ്പുറം സൈഡിൽ ചാലിയ ഏരിയയിലുള്ള ആളുകൾക്കൊന്നും നമുക്ക് റെയിൽ ക്രോസ് ചെയ്ത് കണ്ടിട്ട് വേണം അവർക്ക് പോകാൻ. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ആണെങ്കിൽ നേരെ മണ്ണൂറയിലേക്ക് പോകണം. മണ്ണൂറയിൽ പോയാലാണ് പിന്നെ വണ്ടിയൊക്കെ കിട്ടണമെങ്കിൽ മണ്ണൂറയിൽ പോകണം. ഈ റെയിലിൻ്റെ ഈ സൈഡ് വരെ ബസ്സൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് ഇതാക്കി പറഞ്ഞിട്ട് പകുതി ചെയ്ത് കണ്ടിട്ട് പോയി, വേറൊന്നും ഇതിൽ ചെയ്തില്ല. അതിൽ വലിയ കഷ്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചാലത്തുനിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. 2 ബിൽഡിങ്ങിൻ്റെ നടുവിലൂടെ വരുന്ന വഴി ചാലത്തുനിന്ന് വരുന്ന വഴി. അണ്ടർപാസിൽ വെള്ളം ആയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അല്ലെങ്കിൽ ഇതിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. നമ്മളെ അറിയപ്പെട്ട സെമീറിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, ഭയങ്കര സീനായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണിട്ട് എന്താ ഇവിടെയൊക്കെ എത്തിക്കുന്നത്, വെള്ളം നിൽക്കണേ നിങ്ങൾക്ക് കാണാം. ഇവിടെയൊക്കെ വെള്ളമാണ്. ഇവിടെ കറണ്ടൊക്കെ ഓഫ് ആയതുകൊണ്ട് ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ സെമീറെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എത്ര പേരെ കയറിനടാ? കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ആ പകുതിയോളം വെള്ളം കയറിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ ഫീസൊക്കെ പൂരിട്ടിട്ടുണ്ട്. ഇവിടെ അകത്തൊക്കെ വെള്ളമാണ്. ഇതാണ് നമ്മളെ ഗൃഹനാഥൻ. ഇടത്തൊന്ന് മുകളിൽ കുത്തൊക്കെ ഉള്ള കമ്പ്യൂട്ടർ സ്റ്റാൻഡൊന്നും വീട്ടിൽ മൊത്തം വെള്ളമാണ് ഫ്രണ്ട്സ്. മൊത്തം കിച്ചണിൽ വരെ വെള്ളത്തിലുണ്ട്. താഴെ ബാക്ക് സൈഡിൽ മൊത്തം വെള്ളമാണ്.
ഇവിടെ മൊത്തം സീനാണ്. അപ്പുറത്തേക്കൊന്നും വലുതായിട്ട് കയറിയിട്ടില്ല. അവരുടെയൊക്കെ തറ ഹൈറ്റ് ഉണ്ട്. ഇവിടെയൊക്കെ തറ വളരെ ഭൂമിയോട് വളരെ അടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വെള്ളം കയറാനുള്ള സാധ്യത കൂടിയത്. എല്ലാ കൊല്ലത്തിലും വെള്ളം കയറുന്നുണ്ടോ? എല്ലാ കൊല്ലം എന്തായാലും 3 കൊല്ലമായിട്ട് എത്ര ഹൈറ്റിൽ കയറുന്നുണ്ട്? അപ്പൊ ഉമ്മിയൂരൊക്കെ ഇപ്പൊ എങ്ങോട്ടൊക്കെ പോയത്? നമുക്ക് അവിടെ മുത്താപ്പനെ വീടുണ്ടോ അവിടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര സീനാണ് ഗൈസ്. 3 കൊല്ലമായിട്ട് അടുപ്പിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ പല സ്ഥലത്തും മണ്ണിടിച്ചിലും ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇപ്പോഴും ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് കേന്ദ്രത്തിൽ വെച്ച് കാണാം. ഫ്രണ്ട്സ്, നമ്മളെ മെയിൻ ലൊക്കേഷനാണ്. നമ്മൾ ഒരുപാട് ക്രാഫ്റ്റിംഗ് വീഡിയോയും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത ലൊക്കേഷനാണിത്. ഇവിടെ മൊത്തം വെള്ളമാണ് ഗൈസ്. മൊത്തത്തിൽ വെള്ളമാണ്. മൊത്തം മുങ്ങി. ഒക്കെ പാടത്തുനിന്ന് വെള്ളം കയറി മൊത്തം മുങ്ങി. ആകെ അലമ്പായിട്ടുണ്ട്. മീനെ കിട്ടി ഗൈസ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് മീനെ പിടിച്ചു. അത് തിലോപ്പിയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയൊരു പ്രളയ ദുരന്തം ഈ കൊല്ലം ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിൽ ഒന്നിനും ഇത് ഓരോരോ പ്രശ്നങ്ങളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറോണ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഇപ്പോൾ ഫ്ലൈറ്റ് അപകടം, അപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വരികയാണ്. അപ്പം ഒക്കെ റിക്കവർ ചെയ്ത് നമ്മൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരും. അല്ലാതെ എവിടെ പോകാനല്ലേ?